Are you sure about this, Neha? അതെ. നേഹ, ഇതിൽ നിന്ന് നിനക്കൊരു തിരിച്ചുപോക്കില്ല. ജീവിതകാലം മൊത്തം നീ എൻ്റെ പാതിയായിട്ട് എൻ്റെ കൂടെ കഴിയേണ്ടി വരും. ഞാൻ റെഡിയാണ് റിച്ചാർഡ്. ഇതെന്തൊരു കഷ്ടം. നിങ്ങൾ 3 പേരും പോകണം. ഒരാഴ്ച നിങ്ങളല്ലാണ്ട് എനിക്ക് വിഷമോ. ഇത് ഞങ്ങൾ നേരത്തെ ഫിക്സ് ചെയ്ത മീറ്റിംഗ് ആടേ. നമ്മുടെ കമ്പനി വളരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരാഴ്ച പെട്ടെന്ന് പോകും നിത്യ. ഞങ്ങൾ വേഗം തന്നെ വരും, കാരണം നീ ഇവിടെ ഒറ്റയ്ക്കല്ലേ. ഓക്കെ, എന്നെ എല്ലാ ദിവസവും വൈകുന്നേരം വീഡിയോ കോൾ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ 10 o'clock പറഞ്ഞത് ഫ്ലൈറ്റ്. ഇപ്പം തന്നെ കുറച്ച് സമയമായല്ലോ. ട്രാഫിക്കൊക്കെ ആണെങ്കിൽ നേരത്തെ പൊക്കോ. പോയി വരുമ്പോൾ എന്നാ കൊണ്ടുവരണോടി നിനക്ക്? ഒന്നും കൊണ്ടുവരുന്നില്ലെങ്കിലും പ്രശ്നമില്ല, വേഗം ഒന്ന് വന്നാൽ മതി. അച്ഛനും മകളും കൂടെ എവിടെ പോയേക്കുക. അവരെ ഇനി നോക്കി നിൽക്കണ്ടല്ലോ. നിങ്ങൾ ഇറങ്ങ. ഇതെന്താ ഇവിടെ ആരും എഴുന്നേറ്റില്ലേ? ഒരു ബഹളം അങ്ങ് കുറവാണല്ലോ. നീ ഫുഡ് എടുക്ക്. ഇവിടെ നീ ചോദിച്ച് എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ അവൾക്ക് ഇന്നലെ മഴ നനഞ്ഞിട്ട് എന്തോ പനിയാണ്. ഞാൻ നോക്കാൻ പറഞ്ഞപ്പം അവൻ പറഞ്ഞു വേണ്ട, അവൻ നോക്കിക്കോളാന്ന്. കാലം പോയപ്പോൾ ഓക്കെ. നെഹിനെ അവൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ? കാണുമ്പോൾ രണ്ടെണ്ണം കീരിയും പാമ്പും ആണെങ്കിലും സ്നേഹമുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യവൻ? അടുക്കളയിൽ എന്തോ കാര്യമായിട്ടുള്ള പാചകം. നിങ്ങളിരിക്കെ. അങ്ങനെ കേട്ടത് സ്നേഹമുള്ള ഭർത്താക്കന്മാർ ഈ ഇച്ചായനെ കൊണ്ട് ഇതിന് കൊള്ളാം. അതിൻ്റെ ഇടയ്ക്ക് കൂടെ എണ്ണ കോരി ഒഴിക്കുന്ന കണ്ടോ? എന്തായാലും വേഗം കഴിക്ക്. അവൻ അറ്റൻഡ് ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ മീറ്റിംഗ് ഇന്ന് ഇച്ചായനാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. എന്നൊരു സ്നേഹിന്ന് കോളേജ് വരുന്നില്ലല്ലേ? ആ ദേ വന്നല്ലോ. ഒരു പെണ്ണ് കിട്ടിയപ്പോൾ ഇവനൊക്കെ വന്ന മാറ്റവേ കണ്ടോടി റിയ. എന്തുവാടാ ഉണ്ടാക്കിയത്? നീ എനിക്കും കൂടെ പഠിപ്പിച്ചു തരാമോ? നാളെ ഓഫീസിൽ വെച്ച് പഠിപ്പിച്ചു തന്നേക്കാം. അത് വേണ്ടായേ. മഴ നനയല് പനി പിടിക്കുമെന്ന് ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതല്ലേ. കണ്ടോ പനിയായത്? എഴുന്നേക്ക്. കുറച്ചു നേരം കൂടെ. നീ കുറച്ചു നേരം കൂടെ എന്ന് പറയുമ്പം ഇന്നലത്തേതൊന്നുകൂടെ കണ്ടിന്യൂ ചെയ്യാനാ തോന്നുന്നു. കണ്ണു തുറന്നു. ഇന്നലത്തേതോ? വേണ്ട, തനിക്ക് ഇത്ര സ്റ്റാമിനയോ? എനിക്ക് മേല. ഇന്നാ ഈ കാപ്പി കുടിക്കാൻ. അല്ലേലും എനിക്കറിയാം അയ്യര് നല്ലതായിട്ട് ഭക്ഷണമൊന്നും തരാത്തതുകൊണ്ട് എൻ്റെ പെണ്ണിന് കുറച്ച് സ്റ്റാമിന കുറവാണ്. അതുകൊണ്ട് അതൊക്കെ ഞാൻ വെപ്പിച്ചോളാം. ഇന്ന് ആദ്യം പനി മാറട്ടെ, കുടിക്ക്. അയ്യരങ്ങളോ? എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ബാ ഇവിടെ ഇരിക്കേ. മീറ്റ്സ് കഴിക്കാൻ വിളമ്പ്. ഞാൻ രാവിലെ കഴിച്ചിട്ടാണ് വന്നത്. അന്നേരം നിങ്ങൾ പറഞ്ഞതല്ലേ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ പറയാൻ വേണ്ടിയിട്ടാണ്. അവന്മാർ രാവിലത്തെ ഫ്ലൈറ്റിന് ഇറങ്ങി.
പിന്നെ നക്കുലാണെങ്കിൽ കോളേജിൽ നിന്ന് എന്തോ ഒരു ഐവിക്ക് പോവുക. എന്താ ചെയ്യേണ്ടത് നിത്യയുടെ കാര്യത്തിൽ? ഓ, ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അത്രയായോ? എങ്കിൽ പിന്നെ നാളെ ഒരു കാര്യം ചെയ്യുക, അവളെ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോവാ. അങ്കിളിൻ്റെ മറ്റേ ഫണ്ട് ഞാൻ അങ്ങോട്ട് തന്നേക്കാം. ആ, എങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാം അല്ലേ. നാളെ എന്തെങ്കിലും ബിസിനസ് മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുന്നത് സേഫ് അല്ലെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് വരാം. പിന്നെ നേഹയും വരണമല്ലേ കുടുംബത്തിലേക്ക്? അങ്കിള് പേടിക്കണ്ട, അതിന് നമുക്ക് വഴിയൊരുക്കാം. ആദ്യം നിത്യേനെ കൊണ്ടുപോവാ. ഞാൻ നേഹിനെ 2-3 പ്രാവശ്യം ഫോൺ വിളിച്ചിരുന്നു, എന്നിട്ട് പോലും എടുക്കുന്നില്ല. എൻ്റെ പൊന്നു റേച്ചിലേ, നീ അവരെയൊന്നും വെറുതെ വിട്ടെ. അവൾക്ക് പനിയല്ലേ, അവർ റെസ്റ്റ് എടുക്കട്ടെ. ഫോൺ തന്നെ എവിടെയെന്ന് ആർക്കറിയാം. ഞാനിന്ന് നിങ്ങളെ 3 കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നതാ. നേഹ വന്നിരുന്നു ഞാൻ അറിഞ്ഞു. ഞാൻ ഇവിടുന്ന് TC വാങ്ങാൻ തീരുമാനിച്ചടി. നീ എന്താ പെട്ടെന്ന് TC ഒക്കെ? കാരണം നമുക്കിനി 3 മാസം കൂടെ കഴിഞ്ഞിട്ടുള്ള എക്സാം കൂടെ കഴിഞ്ഞാൽ നമ്മൾ പാസ് ഔട്ട് ആവത്തില്ലേ? പിന്നെ എന്താ പെട്ടെന്ന്? അതെ, നീ എന്താ മന്ദബുദ്ധിത്തരം കാണിക്കുന്നത്? എന്താ പെട്ടെന്ന് പോകുന്നത്? നിനക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? മുഖത്തൊക്കെ നല്ല ക്ഷീണമുണ്ടല്ലോ. എന്തെങ്കിലും കുഴപ്പമാണെങ്കിൽ നീ ഞങ്ങളോട് പറ. പ്രശ്നമുണ്ട് റേച്ചൽ, ഞാൻ പ്രഗ്നൻ്റാ. ആരാള്? രവി സാറാ. അതിന് നീ പഠിത്തം നിർത്തി പോരുകയല്ല ചെയ്യേണ്ടത്. അയാൾക്കെതിരെ കേസ് കൊടുക്കണം നമുക്ക്. ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അതെ, അതാ നല്ലത്. നീ ഇപ്പം TC കൊടുക്കുന്നില്ല, നീ ഇപ്പം വാ, ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. ആ, നീ എന്നെ ഓഫീസിലേക്ക് പോന്നോ? അവൾക്ക് എങ്ങനെയുണ്ട്, കുറവുണ്ടോ? ആ, ഞാനിങ്ങോട്ട് പോന്നു. അവൾക്ക് കുറവുണ്ട്. ഞാൻ ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏട്ടത്തിയുടെ കയ്യിൽ നോക്കാൻ ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. ഇന്ന് ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് അല്ലേ, ഈ ചൈനയെ കൊണ്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പാടായിരിക്കും, അതുകൊണ്ടാണ്. ഇച്ചയ, ആ നീയും ഉണ്ടോടാ? എങ്കിൽ ബാ, എല്ലാവരും വന്നിട്ടുണ്ട്, തുടങ്ങാൻ സമയമായി. 5 മിനിറ്റ്സും കൂടെ. ആ, ഞാൻ വന്നടാ. ഇച്ചയ ബാ, അല്ലെങ്കിൽ നമുക്ക് മീറ്റിംഗ് ഹാളിലേക്ക് നടക്കാം. എൻ്റെ പൊന്നു നിത്യേച്ചി, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. ഒരു ടേസ്റ്റും ഇല്ല ഫുഡിന്. മടുത്ത് ഞാൻ കുറച്ച് നേരം കൂടെ പോയി കിടക്കട്ടെ. ഇതേ പെണ്ണെ, നീ എന്നെ ഇത് വാങ്ങിക്കും കേട്ടോ. മഴയും നനഞ്ഞ് പനിയും പിടിപ്പിച്ച് വെച്ചിട്ട് എന്നാ ഇതും കൂടെ കുടിക്കുക, ചുക്ക് കാപ്പിയാ. ഇത് കുറച്ച് കഷ്ടമായി കേട്ടോ. എനിക്കെങ്കിൽ ബോറും അടിക്കുന്നുണ്ട്. അവരെ വരാറായില്ലേ എന്ന്? എന്തായാലും പൊന്നുമോളാദ്യം ഇത് കുടിച്ചിട്ടുള്ള പരിപാടിയോളൂ. അവർ വരാൻ സമയം, അവർ വരട്ടെ. ആദ്യം ഇതങ്ങ് കുടിച്ചോ. നിത്യ മോളെ, നീ വേഗം റെഡിയാകുക. ഇന്നൊരു ബിസിനസ് പാർട്ടി ഉണ്ട്, ഞാൻ വരാൻ ലേറ്റ് ആവും. അതുകൊണ്ട് നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട, നീയും വാ. ഇല്ല അച്ഛാ, അച്ഛൻ പോയിട്ട് വാ. എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നോളാം. ഞാൻ വരുന്നില്ല. ഇവിടെ പിന്നെ സെക്യൂരിറ്റി കണ്ടല്ലോ എന്തെങ്കിലും അത്യാവശ്യത്തിന്. നിത്യ, ഞാൻ പറയുന്നത് നീ അങ്ങ് കേട്ടാൽ മതി. ഒരുങ്ങി എൻ്റെ കൂടെ വരാൻ പറഞ്ഞാൽ വരണോണം. പോ, റെഡിയായിട്ട് വാ. പനി കുറഞ്ഞില്ലേ എൻ്റെ ഭാര്യയെ? കുറവുണ്ട്. നിനക്ക് മേലാത്തോണ്ട് എൻ്റെ ബിസിനസ് മീറ്റിംഗൊക്കെ വേഗം കഴിഞ്ഞിട്ട് ഞാൻ ഓടി വന്നതാ. എങ്ങനെയുണ്ട്, കുറവുണ്ടോ? നമുക്ക് അച്ഛാ, ഇതാണ് ബിസിനസ് മീറ്റിംഗ്. ഇയാളെ കാണാനാണോ ഇവിടെ കൊണ്ടുവന്നത് തന്നെ? ബാ, നമുക്ക് പോകാം. മോളെ, ഇത് നിൻ്റെ ഹസ്ബൻഡ് അല്ലേ? ഇവിടെ മോളെ ഒരാഴ്ച കഴിയേണ്ടത്. എടാ, അല്ലെങ്കിൽ ഞാൻ പോവാട്ടെ മോനെ, ബൈ. അച്ഛാ, വീട്ടിൽ ഞാനൊരു പ്രശ്നമില്ലല്ലോ, എന്നെ വെറുതെ വിട്. എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, നിനക്കറിയാവുന്നതല്ലേ. വാ. ഹലോ, ശരി. എനിക്ക് പിന്നെ ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ. ആരുടെ ഫോണിൽ? എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ വല്ലതും ആണോ? എൻ്റെ ആങ്ങളമാരാണേ, നിത്യേനെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന്. അവന്മാർ ബിസിനസ് മീറ്റിങ്ങിന് ഒന്ന് പറഞ്ഞു പോയതാ. അതിപ്പോൾ ആണെങ്കിൽ 6 മാസം അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരുമെന്ന്. എന്തായാലും നാളെ വിളിക്കണം. ഒരുങ്ങിയോ? എന്നെ സൂപ്പർ. എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരുങ്ങി വന്ന് നിൽക്കുന്ന കാണണമെന്നറിയാവോ? ഓ, അപ്പം എന്തോ കാര്യസാധ്യം ഉണ്ടല്ലോ. എന്താ മിസ്സസ് സ്നേഹ റിച്ചാർഡ്, എന്നാടി ഒരു കള്ളച്ചിരിയൊക്കെ?
ചിരിയോ? ബിക്കോസ് ഐ എം മാഡ്ലി ഇൻ ലവ് വിത്ത് യു. ഞാനൊരു ഭ്രാന്തന. എൻ്റെ ഭ്രാന്ത് ഇനി നീ താങ്ങുമോ? റിച്ചാർഡ്, മതിയ വെള്ളത്തിൽ കുളിച്ചത് കുറെ നേരമായില്ലേ? കയറി വാ. വരുന്നുണ്ടോ? ആ വരുന്നടി. ക്ലാസ്സും കട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ വന്നേക്കുവാ അവളുടെ കാര്യം. അതിനിപ്പോ എന്താ? ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെയല്ലേ വന്നേക്കുന്നത്. ഈ മരിയൊന്ന് വിളിച്ചിട്ട് തന്നെയല്ലേ വന്നത്? മരയൊന്നതിൻ്റെ അപ്പൻ അയ്യര് ഇതിന് പകരം വീട്ടിട്ടേ ഉള്ളൂ. ഓടരുത്, നിൽക്കവിടെ. നിൽക്കല്ലേ പറ്റിങ്ങനെ പിടിക്കേ. എന്താടി ക്ലാസ്സിരുന്ന് വായിക്കോട്ടെ വിടുന്നത്? നീ ഇച്ചായന് പരാതിട്ട് ഉറക്കവേ ഇല്ലെന്ന് തോന്നല്ല. എങ്ങനെ നടന്ന ഇച്ചായന്? രണ്ടും കീരിയും പാവം പോലെയായിരുന്നു. എന്നാ ഇത് നോക്കി വേഗം എഴുത്. നീ ഒന്ന് പോയി, ഞാൻ ഇത് എഴുതട്ടെ കേട്ടോ. എക്സ്ക്യൂസ് മീ മാം, നേഹയ്ക്കാണെങ്കിൽ ഒരു വിസിറ്റർ ഉണ്ട്. വിസിറ്ററോ? അതാരാ? ആ, ഓഫീസിൽ നിന്ന് വന്ന് പറഞ്ഞതല്ലേ. നീ എന്തായാലും ചെന്ന് നോക്ക്. നീ ഇവിടെ എന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഈ കൂടിക്കാഴ്ച എനിക്ക് അനിവാര്യമായിപ്പോയി. നിന്നെ ഇന്ന് വിളിക്കാൻ നിൻ്റെ അപ്പം വരും. നീ കൂടെ പോന്നോണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് സാറല്ല തീരുമാനിക്കുന്നത്. ഞാൻ എൻ്റെ ഹസ്ബൻഡോ. ആ പ്രയോഗം എനിക്കങ്ങ് ഒത്തിരി പിടിച്ച്. ഈ ഫോണിൽ നിന്ന് ഇത് നോക്ക്. നിൻ്റെ ചേച്ചി ജീവനോടെ വരണമെങ്കിൽ മതി. നിത്യേച്ചി തൻ്റെ കൂടെ വീട്ടിലാണ്? യെസ്, എൻ്റെ ഏട്ടൻ്റെ എക്സ് വൈഫ് അല്ലേ. അപ്പം നീ പോരുമല്ലേ? ശരിയെന്നെങ്കിൽ റിച്ചാർഡ്, ഐ മിസ് യു സോ മച്ച്. റിച്ചാർഡ്, എൻ്റെ മനസ്സിൽ എന്നോടുള്ള സ്നേഹം ഒരിക്കലും കുറയില്ല. പ്ലീസ്. നേഹ, എന്തു പറ്റി നിനക്ക്? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒന്നുമില്ല, എനിക്ക് പറയണമെന്ന് തോന്നി. കീപ് ഇൻ മൈൻഡ് ദാറ്റ് ഐ എം ഇൻ ലവ് വിത്ത് യു. I always keep that in my mind, dear. Me to love you so much. ഏട്ടത്തി, നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. വന്നേക്കുന്ന ഏട്ടത്തിയുടെ അച്ഛനാ. എന്താ എന്താ നീ പറഞ്ഞ അച്ഛനോ? പോയി റിച്ചാർഡിനെ നേഹേനെയും കൂടെ കൂട്ടിക്കൊണ്ടുപോവാ. എന്താണെന്നറിയത്തില്ലല്ലോ. എൻ്റെ ഈ വരവ് നിങ്ങൾക്ക് അത്ര ഇഷ്ടമായില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനൊരു വഴക്കുണ്ടാക്കാൻ വന്നതല്ല. എന്ത് സാഹചര്യം മൂലമാണ് നേഹിനെ നീ കല്യാണം കഴിച്ചതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തെയൊക്കെ ഓർത്ത് ഞാൻ നിന്നോട് സോറി പറയുന്നു. ഞാൻ എൻ്റെ മോളെ തിരിച്ചു കൊണ്ടുപോകാൻ വന്നതാണ്. കൂടുതൽ വലിയ പ്രസംഗമൊന്നും തൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടടോ. എൻ്റെ ഭാര്യ അങ്ങനെ താൻ പറയുമ്പോൾ അങ്ങ് വിട്ടുതരാൻ പറ്റത്തില്ല. അവളെങ്ങോട്ടും വരുന്നുമില്ല. അയ്യർ സാറേ, അവൻ്റെ നിലപാട് കേട്ടില്ലേ? വന്ന വഴി അങ്ങ് പോയാട്ടെ. പിന്നെ ഇവിടെ ഇനി ഈ പേര് പറഞ്ഞ് വരരുത്. ഒന്ന് നിർത്തുന്നുണ്ടോ? എൻ്റെ അച്ഛനോടാണോ നിങ്ങളിങ്ങനെ പറയുന്നത്? അച്ഛൻ ക്ഷമ പറഞ്ഞ് കേട്ടില്ലേ? ഏത് സാഹചര്യത്തിലാണ് ഞാനുമായിട്ടുള്ള കല്യാണം നടന്നെന്ന് എല്ലാവർക്കും അറിയാം. എൻ്റെ അച്ഛൻ വന്ന് തിരിച്ച് വിളിച്ചതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ കൂടെ പോകാൻ താല്പര്യപ്പെടുന്നു. നീ എന്താടി നേഹ പറഞ്ഞത്? ഈ കുടുംബത്തിലുള്ളവരെ അപ്പം നീ സ്നേഹിച്ച് വഞ്ചിക്കുമായിരുന്നോ? നീയോ അച്ഛൻ്റെ തനി പേർപ്പാണോ? ക്ഷമ പറയും. ഞാൻ ആരുടെ ക്ഷമ പറയുന്നില്ല. എന്നെ എങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് നിത്യേച്ചിക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. പോയിറങ്ങി. നിനക്ക് ഈ വീട്ടിൽ എൻ്റെ മനസ്സിൽ സ്ഥാനമില്ല. മോളെ, നീ അച്ഛനോട് ക്ഷമിക്കണം. നിനക്ക് എന്നോട് ഒരിക്കലും ദേഷ്യം തോന്നരുത്. നിർത്തടോ. ബിസിനസ്സിന് വേണ്ടി സ്വന്തം മക്കളെ വിൽക്കുന്ന തന്നെയൊക്കെ അച്ഛൻ എന്ന് പറഞ്ഞ് എനിക്ക് വെറുപ്പാ. നിത്യേച്ചി വേഗം ഇവിടെ എത്തണം. മോളെ
നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എനിക്ക് വേണ്ടി എൻ്റെ കാര്യം പറഞ്ഞാൽ ഇവർ നിന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തോണ്ടിരുന്നത്. നീ പൊക്കോ, തിരിച്ചു പോ. കാര്യങ്ങൾ ഇത്ര എളുപ്പമായല്ലോ. മഹൽ ഫാമിലിയുടെ അടിത്തറ ഞാൻ ഇളക്കും. നേഹ, നിന്റെ ചേച്ചിൻ്റെ ജീവനോടെ വേണമെങ്കിലേ അടുത്തതായി നീ ഒരു ഡിവോഴ്സ് ഫയൽ ചെയ്യുക വേണ്ടത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ നടക്കുന്നതെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. നീ പറഞ്ഞ പോലെ ഡിവോഴ്സ് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ ഭർത്താവ് എന്നും റിച്ചാർഡ് തന്നെയായിരിക്കും, കേട്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്കെന്നവളെ ഞാൻ വെട്ടി എരിഞ്ഞ് പാട്ടിക്കിട്ട് കൊടുക്കും. നിർത്തട, കുറെ നാളെ നീയൊക്കെ തുടങ്ങിയിട്ട്. എൻ്റെ കൊച്ചേട്ടന് ഇതറിഞ്ഞാണ്ടല്ലോ നിന്നെ ആയിരിക്കും പാട്ടിക്കിട്ട് കൊടുക്കുന്നത്. നേഹ സൈൻ ചെയ്യുന്നില്ല ഡിവോഴ്സ് നോട്ടീസിൽ. നീ ആരോടാ ഒച്ചത്തിൽ സംസാരിക്കുന്നു? നിന്നെ എന്നാ ചെയ്യണ്ടെന്നറിയാവോ? കൊല്ലും ഞാൻ. എടോ, എൻ്റെ ചേച്ചിനെ വിടാൻ കൈ എടുക്കൂടെ അവിടെ ദേഹത്തുനിന്ന്. അയ്യോ, അവിടെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ പറയുന്ന എന്തും കേട്ടോളാം, പ്ലീസ്. അപ്പം ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഫസ്റ്റ് നമുക്ക് ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാം. വേഗം തന്നെ അത് കിട്ടിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങാം. ഇത് വിശ്വാസവഞ്ചന. അവളോട് ഇതിന് ഞാൻ പുറക്കില്ല. ഓ മോനെ റിച്ചാർഡ്, നീ ക്ഷമിക്കണം. നീ ഇങ്ങനെ പെരുമാറാതെ. ഓ, ഇപ്പം എൻ്റെ പെരുമാറ്റത്തിനല്ലേ പ്രശ്നം? അവൾ കാണിച്ചു കൂട്ടിയതോ? അതിനെന്താ പറയാനുള്ളത്? ഏട്ടത്തി, എനിക്ക് കുറച്ച് നേരം വെറുതെ ഇരിക്കണം പ്ലീസ്. നേഹ, എന്നാ ഈ വെള്ളം കുടിക്കേ. എനിക്ക് പേടിയാവുക. നിത്യേച്ചി പേടിക്കണ്ട, ഒന്നും പറ്റില്ല. നേഹ 4ാമത്തെ മാസത്തിലേക്ക് കയറി. ഇനി നിന്റെ വയറിന് ഡെവലപ്മെൻറ്റ് കാണും. അപ്പോൾ എന്ത് ചെയ്യും? രണ്ടുപേരും ഇവിടെ നല്ല സീരിയസ് ചർച്ചയിലാണല്ലോ. ഇനി തനിക്ക് എന്താ വേണ്ടത്? മതിയായില്ലേ നിങ്ങളെ ദ്രോഹിച്ച്? ഒന്ന് പോ. എന്ത് പറയാനാ നിത്യ? നിന്നെ ദ്രോഹിച്ചെനിക്ക് മതിയായില്ല. ഇന്ന് നിൻ്റെ ചേട്ടൻ വിളിക്കുന്ന പറഞ്ഞേക്കുന്നത്. അവനോട് പറയേണ്ടത് എന്താണെന്ന് നിനക്കറിയാലോ. നീ നിത്യയുടെ വീട്ടിലാന്ന് പറഞ്ഞാൽ മതി, കേട്ടോ? ഇച്ചയൻ തിരക്കിലാണോ? കുറച്ചു നേരം എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. റിയ, നീ വീണ്ടും അവളുടെ വാക്കാലത്ത് പിടിച്ച് വരുന്നെങ്കിൽ അത് വേണ്ട. ഇച്ചയ പ്ലീസ്, അവളുടെ ഫ്രണ്ട് അത് ഞാൻ സമ്മതിച്ചു. 4 മാസം അവൾ കോളേജിൽ വന്നില്ല. ഈ ലാസ്റ്റ് സെമ്മിൻ്റെ എക്സാം അവൾ എഴുതിയില്ല. അവളുടെ പഠനവും നിർത്തി. ഇച്ചയൻ അവളുടെ സ്നേഹം. അതിനിപ്പം ഞാനെന്നാ ചെയ്യാനാ? ഹയ്യർക്ക് പഠിപ്പിക്കാൻ തോന്നിക്കാണത്തില്ല, അതായിരിക്കും. എടാ, റിയ ഇവിടെ ഉണ്ടോ? ആ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? മതി, ബാ കിടന്നുറങ്ങ്. നീ ഇവിടെ കാണുമെന്ന് എനിക്കറിയായിരുന്നു. അവളുടെ സ്നേഹം കള്ളവരെ എനിക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല ഇച്ചായ. അത് ഇച്ചായന് നന്നായിട്ട് അറിയാം. ഇതൊക്കെ നടക്കുന്നതിന് മുമ്പ് അന്ന് അവളെ കാണാൻ ആരോ കോളേജിൽ വന്നിരുന്നു. ഇച്ചായൻ അതിനെപ്പറ്റി അന്വേഷിക്കണം. എനിക്കിതിനെ മാത്രമേ പറയാനുള്ളൂ. ഞാൻ പോയി കിടക്കുക. ഞാൻ മറക്കാൻ ശ്രമിക്കത്തോറും നീ അതെന്നെ ഓർമ്മപ്പെടുത്തുക നേഹ. നിനക്ക് എന്നോടുള്ള സ്നേഹം ഒരിക്കലും കള്ളമാകരുതെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് നീ എന്തിനാ എനിക്ക് ഡിവോഴ്സ് നോട്ടീസ് തന്നേക്കുന്നത്? 2 പ്രാവശ്യത്തെ ഹിയറിങ്ങോടെ കഴിഞ്ഞ് നമ്മൾ നിയമപരമായി വേർപിരിഞ്ഞ് അതിന് ഞാൻ അവസരം ഉണ്ടാക്കത്തില്ല. നീയോ? എന്താ ഹയ്യറുടെ മക്കൾക്ക് ഈ വീട്ടിൽ കാര്യം? ഇനി പുതിയ എന്ത് ഡ്രാമയായിട്ട് നീ ഇവിടെ വന്നേക്കുന്ന? നീ എന്നാ റയാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്ന? ഞാൻ ഇവിടെ എന്തിനാ വന്നത് നിനക്കറിയത്തില്ലേ? നിത്യേനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാനാ ഞങ്ങൾ ഇന്ന് സ്റ്റേറ്റ്സിൽ നിന്ന് വന്നത്. നിൻ്റെ പെങ്ങളെ കണ്ടില്ലെങ്കിലേ വന്ന് തപ്പേണ്ട സ്ഥലം മഹൽ മാൻഷനല്ല. മഹൽ മാൻഷനിൽ വന്നിട്ട് എൻ്റെ ഈ ചായൻ്റെ കോളറിന് പിടിക്കാൻ നീ ആയിട്ടില്ല എനിക്കില്ലേ? ഈ ചായൻ പറഞ്ഞ സത്യ. നിൻ്റെ പെങ്ങളെ കാണുന്നില്ലെങ്കിൽ അത് തപ്പേണ്ട സ്ഥലം ഇതല്ല. നിങ്ങളിതെന്തൊക്കെയാണ് പറയുന്നത്? ഈ 4 മാസം ഞാൻ അവളെ വിളിച്ചപ്പം അവൾ ഈ വീട്ടിലുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. നേഹ എന്നോട് അങ്ങനെയല്ലേ സംസാരിച്ചത്? എങ്കിൽ നേഹനെ വിളിക്ക്. ഇവിടെ നേഹയില്ല, നിത്യയില്ല. നീ ഒന്ന് ഇറങ്ങിപ്പോയേ. ഞാനിപ്പോൾ പോവാം. പക്ഷെ എൻ്റെ പെങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയ എല്ലാത്തിനും ഞാൻ കത്തിക്കും. എടാ, ഇവൻ ഇത്രയും കോൺഫിഡൻസോടെ ഇവിടെ ഒന്ന് ചിലക്കണമെങ്കിൽ എന്തോ അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും അവൻ പോയില്ലേ? നീ വണ്ടി എടുക്കുക, നമുക്ക് അവൻ്റെ പുറകെ പോകാം. ആ വീട്ടിൽ ശരിക്കും എന്താ നടക്കുന്നതെന്ന് നമുക്കറിയണം.
നിങ്ങളെന്താ ഇവിടെ? ഒന്ന് മുന്നറിയിപ്പ് പോലും തരാതെയാണല്ലോ ഇന്ന് വന്നത്. എന്താ മോനെ കാര്യം? നിത്യ, ചായ എടുക്ക്. അങ്കിളിന് ഞങ്ങൾ ഇത് തരാൻ വേണ്ടി വന്നതാണ്. നമ്മൾ പുതിയൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഡ്രഗ് ഡീലിങ്സ്. ഇന്നാ മോൻ എന്താ പറഞ്ഞ? ഡ്രഗ്സോ? അത് ശരിയല്ല മോനെ. എന്ത് ബിസിനസ്സാണെങ്കിലും അത് നേരായിട്ടുള്ളത് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇതിന് ഞാൻ കൂട്ടുകൾ നിൽക്കത്തില്ല. അങ്കിളിൻ്റെ പണം വെച്ചത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്കിളിൻ്റെ കമ്പനി ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇല്ല മോനെ, എനിക്കിതിനോട് താല്പര്യമില്ല. ഞാൻ ഒരു കാര്യം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് വേണ്ട, ഇതെടുത്തോണ്ട് പോ. നിത്യ രണ്ടും തീർന്നു. എന്തിനായിട്ടായി സംസാരിച്ച് സമയം കളയുന്ന? അവൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോഴേ അവനെങ്ങനെ തീർക്കണ്ടായിരുന്നോ? ഇപ്പം എൻ്റെ നേഹ കൊച്ചു മേളിൽ നിന്ന് ഓടി വരും സൗണ്ട് കേട്ട്. അവളെയും കൊണ്ട് നമുക്കങ്ങ് പോയേക്കാം. വെയിറ്റ്. എൻ്റെ റിച്ചാർഡ്, ഞാൻ എത്ര നാളായി തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന? 4 മാസമായി എന്നെ കാണണമെന്ന് ഈ മോചനത്തിനൊരാഗ്രഹം പോയില്ല. അയ്യോ, അതെന്താ സൗണ്ട്? നിത്യേച്ചി, അച്ഛൻ കണ്ണു തുറക്ക്. എൻ്റെ നേഹമോളെ, അവർ മരിച്ചു. നീ ഡിവോഴ്സായിട്ട് കഴിഞ്ഞിട്ട് എൻ്റെ സ്വന്തമാക്കുന്നൊക്കെ ഇനിയൊന്നും നടക്കില്ല. അതുകൊണ്ട് ഇന്ന് തന്നെ നമ്മളുടെ ആതിരത്തെ എൻ്റെ കുഞ്ഞിന് വേണ്ടി. വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് ചാടിയല്ലോ. ഈ ചായ അവളുടെ കോൺവെക്കേഷൻ ഇപ്പോഴല്ലേ, അതുകൊണ്ട് ഞാനും ഇറങ്ങും കേട്ടോ. കുഞ്ഞിനെ റിയ ഒരുക്കി നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീയും വാടാ. നീയും വീട്ടിലേക്ക് ചെന്നോ. ഇനി നീ ഓഫീസിൽ നിൽക്കേണ്ട. റിയയുടെ ഡ്യൂ ഡേറ്റും അടുത്തിരിക്കുമല്ലേ, നീ അവിടെ വേണം. ഞാൻ ഇറങ്ങാൻ പോവാം. ഞാനാണെങ്കിൽ ഇവനെ നോക്കി നിന്നതാ. പിന്നെ ഇന്നലെയും പോലീസ് വീട്ടിൽ വന്നു. അവരെ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇവൻ പറയില്ലല്ലോ. എന്തായാലും എൻ്റെ റിയനെ എനിക്ക് ജീവനോടെ കിട്ടിയല്ലോ. ഹോസ്പിറ്റലാണെങ്കിൽ പോലും ഞാൻ അതിൽ ഹാപ്പിയാണ്. എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറുന്ന 2-3 ദിവസങ്ങൾ എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നിയത്. ഒന്നു മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി. ഒരു DNA ടെസ്റ്റിന് പോയിട്ട് അവൻ്റെ മുടി പോലും ആർക്കും കേട്ടില്ല. അത്ര തന്നെ. അവനിപ്പം നമ്മുടെ ജീവിതത്തിലില്ല. ശരി, ഇനിയും പറ്റി സംസാരം വേണ്ട. നീ വാ, നമുക്ക് ഇറങ്ങാം. അവിടെ ലേറ്റ് ആവുന്നതിന് മുമ്പ് എത്തിയില്ലെങ്കിലേ നേഹ നിന്നെ കൊല്ലും. നിങ്ങൾ ഇറങ്ങിയില്ലേ? ഞാനാണെങ്കിൽ നിഖിലിനെ റീച്ചെല്ലാം കണ്ടിട്ട് വരിക. അവരുടെ കാര്യം നല്ല കോമഡി ആട്ടോ. നമ്മൾ അയ്യർ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പണിയാണ് കൊടുത്തേക്കുന്നത്. ഇച്ചയും മിണ്ടണ്ട. മത്സ്യം മാംസം ഒന്നും കേട്ടാത്ത എൻ്റെ വീട്ടിൽ ഇപ്പം എല്ലാവരും അത് കഴിക്കാൻ തുടങ്ങി. റീച്ചിൽ കാരണം എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിട്ട് ഇപ്പം കാണായിരുന്നു. ഏട്ടത്തി ഇതെന്താ പറയുന്നത്? അവൻ തന്നെ വരുത്തി വെച്ചതല്ല, അനുഭവിക്കട്ടെ. എടാ ജിമ്മിനെ ബാ, നമുക്കിറങ്ങാം. കഴിഞ്ഞ മമ്മി വരുന്നുണ്ട്. ഇവിടെ നിന്ന് മടുത്തു. ഇതൊരു രക്ഷമില്ല. എൻ്റെ പൊന്നടി കുക്കി, മമ്മി കേൾക്കണ്ട. നീ കാരണം മമ്മിയുടെ പഠിത്തം മുടങ്ങിയത്. ഇപ്പം അവൾ പഠിച്ച് പാസ്സായി. ഇതാടപ്പാ, ഞാൻ കണ്ണാണോ പാസ്സാകാഞ്ഞത്? ഞാൻ എങ്ങനെയാ ചെയ്തത്? നീ അവിടെ മമ്മിയുടെ വയറ്റിലല്ലായിരുന്നോ? അതിന് പിന്നെ മമ്മി എങ്ങനെ പഠിക്കാനാ? ആണോ? ഞാനിങ്ങനെ അവിടെ വന്നത്. ഇതാടപ്പാ, പറ. മമ്മി ഒരു കണ്ടും മിണ്ടാതിരിക്കും. രണ്ടിനും ഒരു കളലക്ഷണം ഉണ്ടല്ലോ. വായിച്ചേ, അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാം. അല്ല മമ്മി പറ്റുന്ന സമയത്ത് ഞാൻ വൈകിട്ടാണ് പറഞ്ഞില്ലേ? അന്നേരം ഞാൻ എങ്ങനെയാ അവിടെ വന്നാന്ന് അപ്പയോട് ചോദിക്കുമായിരുന്നു. ഞങ്ങളതിനെ പറ്റിയല്ലോ സീരിയസ് ഡിസ്കഷനിലായിരുന്നു. പിന്നീട് സീരിയസ് ഡിസ്കഷന് പറ്റിയ ടോപ്പിക്കല്ലേ? കുഞ്ഞുങ്ങളോടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഭയങ്കര ചൂടിലാണല്ലോ. രാത്രി തണുപ്പിക്കാടി. നീ ബാ ഇപ്പം.